ഇവിടെ പാറക്കടവിൽ വെച്ച് പരിചയപ്പെട്ട ചേട്ടന്മാരാണ്. ചേട്ടാ പേരെന്ന് പറഞ്ഞു ചേട്ടാ? എൻ്റെ പേര് പ്രജീഷ് കുമാർ. ഇത് എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങൾ ടാക്സി ഡ്രൈവേഴ്സാണ്. ഇത് ഗംഗേഷ്. നേരത്തെ വീഡിയോ എടുത്ത ചേട്ടൻ സജികുമാർ. ഞങ്ങളെല്ലാവരും ടാക്സി ഡ്രൈവേഴ്സ്. അത് എവിടെയാണ് നിങ്ങൾ ടാക്സി ഓടുന്നത്? ഞങ്ങൾ ഇവിടെ അമൃതാനന്ദമയ ആശ്രമമാണ്. അപ്പോൾ ആശ്രമം ബേസ് ചെയ്താണ് നമ്മുടെ ഓട്ടം എല്ലാം കിട്ടുന്നത്. അപ്പോഴത്തെ ഇവർ എന്നെ കണ്ട് പെട്ടെന്ന് വിളിച്ചു നിർത്തി അവരൊരു വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ ഗ്രൂപ്പിലും അവരുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് സാഹസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഈ ഹോട്ടലിലോട്ട് വന്നതാണ്. ചായ കുടിച്ചിട്ട് ഞാൻ തെക്കോട്ടും അവർ വടക്കോട്ടും പോവുക അല്ലേ? ആശ്രമത്തിലോട്ടോ? അതെ, നിങ്ങൾ ആശ്രമത്തിൻ്റെ അവിടെ ആശ്രമം ആ തെങ്ങിൻ്റെ ബാക്കിലാണ് കാണുന്നത്. അതെ, ഈ സൈഡ് ഈ ഏരിയ മുഴുവൻ ആശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ നോർത്ത് ഗേറ്റിലാണ് നിങ്ങൾ കിടക്കുന്നത്? നോർത്ത് ഗേറ്റ്. ഇവിടെയാണ് ഈ സൗത്ത് ഗേറ്റിൻ്റെ അടുത്താണ് ഞങ്ങൾ ചായ കുടിക്കാൻ വന്നത്. അപ്പോൾ ശരി ചേട്ടായി, ഓക്കെ കാണാം. ശരി. നമ്മൾ വർക്കല ക്ലിഫിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലിഫിൻ്റെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇന്ന് ദീപാവലിയുടെ ദിവസമായതുകൊണ്ട് ഇന്നലെ ആയിരുന്നു ദീപാവലി. അതിനോടനുബന്ധിച്ച് ഇന്നും പടക്കം പൊട്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിഫിലോട്ട് ഇറങ്ങാം. ഉണ്ട്, ധൈര്യമായിട്ട് നോക്കൂ. വീട്ടിലോട്ടുള്ള എയർപിന്നോ നമ്മൾ ഇറങ്ങുകയാണ്. ഫസ്റ്റ് എയർപിന്നോ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഓങ്ങേ കയറി വരത്തുള്ളൂ ഓരോരുത്തന്മാർ. അവരുടെ ടീമുകൾ ഭയങ്കര ഷോ ഓഫാണ്. അപ്പോൾ വർക്കല ക്ലിഫിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അതിനു മുമ്പുള്ള അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വഴി ചോദിച്ച് നേരെ താഴോട്ട് പോവുകയാണ്. ഇപ്പം നമ്മുടെ മെയിനായിട്ടും നമ്മൾ വഴി ചോദിക്കുന്നത് ഓട്ടോറിക്ഷക്കാരോടാണ്. അവർ കൃത്യമായിട്ടുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മൾ സൈക്കിളിലായതുകൊണ്ട് അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൃത്യമായിട്ടുള്ള വഴികളായിരിക്കും അവർ പറഞ്ഞു തരുന്നത്. നമ്മളെവിടെ പോയാലും ഓട്ടോറിക്ഷക്കാരോട് വഴി ചോദിക്കുവാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോഴത്തെ ക്ലിഫിലോട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇതിൻ്റെ താഴെയാണ് കടൽ തീരം. വർക്കല പാപനാശത്തിലേക്കാണ് ഞാനിപ്പോൾ സൈക്കിൾ ചവിട്ടി നീക്കുന്നത്. നല്ല ആൾത്തിരക്കുള്ള ദിവസമാണ്. ദീപാവലി കഴിഞ്ഞ ദിവസമായതുകൊണ്ട് നല്ല ആൾത്തിരക്കാണ്. ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ചെന്ന് നോക്കാം. അങ്ങനെ ബീച്ചിനോടാണ്
ബീച്ചിലോട്ട് പോവാണ്. ഇങ്ങനെയായിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോവാണ്. വർക്കല ബീച്ചിൽ എങ്ങനെയാ പട്ടിക്കുട്ടികൾ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. നടക്ക് വാ. ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വർക്കല പാപനാശത്തിൻ്റെ അടുത്താണ്. അവിടെ പൂജ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാൻ നോക്കാം. വാ 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 അങ്ങോട്ട് പോവാം. നടക്ക് ഇല്ലേ വാ വാ പോര്. ഓ വാ വാ നടക്ക് ഓട്. നമുക്ക് ക്ലിഫിൻ്റെ അകത്ത് ക്ലിഫിലോട്ട് പോകാം. വാ നടക്ക് 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 നടക്ക്. ഒന്നേലും തൊട്ടാക്കല്ല് കേട്ടോ. ക്ലിഫിലോട്ട് പോവാം. അപ്പോഴത്തേക്ക് നമ്മൾ ക്ലിഫിലോട്ട് പോകാനുള്ള പാസയിലോട്ട് കയറുകയാണ്. വാ കയറി കയറി കയറി. ആ ഇതിലോ പോകോ. ഇതാണ് വർക്കല ബീച്ചിൻ്റെ സൈഡിലുള്ള ക്ലിഫ്. നടക്ക. കുഞ്ഞി പാഞ്ഞ് നടക്കുകയാണ്. അവരിങ്ങ് കയറിപ്പോന്നാൽ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഫ്രീ ആണെന്ന് തോന്നാ. അച്ചായനൂടെ കയറിയാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. വാ 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 വാ. ക്ലിഫ് അപ്പുറത്താണ്. അപ്പുറത്തോട്ടൊന്ന് പോകണം. എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അയ്യോ ആ നടക്ക് നടക്കാൻ പറഞ്ഞാൽ നടന്നോണം. വാ. ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ. അതൊക്കെ ഒന്ന് കാണുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഇതുണ്ടോ ക്ലിഫിൻ്റെ താഴെ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മൾ പതിയെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്ലിഫ് ഇടിയുന്ന സ്ഥലമാണ്. പണ്ട് ഇടിഞ്ഞു വീണ സ്ഥലമാണിത്. മുൻപ് മഴയത്ത് ക്ലിഫിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീണ ഭാഗമാണ് ഈ കാണുന്നത്. കുറച്ച് ഭാഗമൊക്കെ ഇപ്പോഴും ഇടിയാറുള്ള പരുവത്തിൽ നിൽക്കുകയാണ്. തർപ്പണം ചെയ്യുന്ന സ്ഥലമാണ്. നല്ല തിരകൾ കയറി വരുന്നുണ്ട്. വേലിയേറ്റത്തിൻ്റെ സമയമാണ്. ആളുകളൊക്കെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് നടന്നു പോവാം. വാ. അപ്പോൾ അതേ നമ്മൾ ഒരു പുഴയുടെ സൈഡിലാണ് നിന്നത്. അവിടുന്ന് കടൽ പുഴ അങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പോകും. നല്ല അടിപൊളി ഒരു സ്പോട്ട്. ഇതാണ് ഇടിഞ്ഞു പോയ ക്ലിപ്പ്. കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞ് താഴെ വീണ സ്ഥലമാണിത്. പിന്നെയും തിരകൾ വരുമ്പോഴത്തേനും കുഞ്ഞ് ഓടിക്കളിക്കുകയാണ്. വാ. നമ്മളിങ്ങനെ കടപ്പുറത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് മലയോരം കയറേണ്ടതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കടപ്പുറത്തൂടെയുള്ള യാത്രയിലാണ്. വാ വാ വഴി. ഇതാണ് കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു വീണ ക്ലിഫ്. അതിനുശേഷം ഈ ഭാഗത്ത് ആൾക്കാരെ കയറ്റുന്നില്ലായിരുന്നു. കയറ് കെട്ടി തിരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അന്ന് ഇടിഞ്ഞു വീണ കല്ലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. തടിയും കല്ലും ഒക്കെ കിടപ്പുണ്ട്. ഇത് ഡേഞ്ചർ ഏരിയ ആണെന്നാണ് പറയുന്നത്. എല്ലാവരോടും കയറാൻ പറയുന്നുണ്ട്. കാരണം കടൽ കയറുവാണ്. ഇതാണ് അന്ന് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും ഒക്കെ. ഇതുണ്ട്. ഇതാണ് മുമ്പ് ഇടിഞ്ഞു പോയ ക്ലിഫ്. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ അപ്പുറത്തൂടെ ചെന്ന് മേളിൽ കൂടെ കയറിയാണ് വന്നത്. ഇതാ വർക്കല ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. കുഞ്ഞിയാണ് വഴികാട്ടി. ഹെലിപ്പാഡ്. ഒരു എമർജൻസി വന്നാൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സംഭവമാണ്.
തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അതേ നമ്മളിവിടുത്തെ ക്ലിഫിൻ്റെ മുകളിലൂടെയുള്ള ആ വാക്വേയിലാണ് നടക്കുന്നത്. ഇവിടെ ധാരാളം കടകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈവനിങ് ആയാലേ ഉള്ളൂ അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആകത്തുള്ളൂ. ഇപ്പം വലിയ കാര്യമില്ല. എല്ലാം വിദേശികളെ ഉദ്ദേശിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. സ്വദേശി ടൂറിസത്തിന് ഇവിടെ വലിയ പ്രാധാന്യമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ വരുന്നതെല്ലാം സ്വദേശികളാണ്. ജസ്റ്റ് വരിക, കടലിൽ ചാടുക, ഒന്ന് കറങ്ങി നടക്കുക, ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്. പിന്നെ ടാറ്റു അടിക്കുന്ന പരിപാടി, അങ്ങനത്തെ ഓരോരോ പരിപാടികളുണ്ട്. പിന്നെ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ്. ഇത് കണ്ടോ, ക്ലിഫിൻ്റെ ഒരു സൈഡ് കണ്ടോ, നല്ല വെരി ക്ലിയർ ആയിട്ട് കാണാം. ഇത് കണ്ടോ, ഇതൊരു ഇടിഞ്ഞു പോയതാണ്. നടക്കാം, വാ, ലാസ്റ്റ് വരെ പോയിട്ടില്ല. അപ്പോൾ കുഞ്ഞിയും ഞാനും കൂടെ ഇങ്ങനെ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. അവർക്കിങ്ങനെ ഓടി നടക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങ് എന്നിട്ട് വല്ല ഫുഡും കൊടുക്കാം. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇവിടെ വന്ന് കയറാനാണ് നമ്മൾ നോക്കിയത്, പക്ഷേ നടന്നില്ല. ഇത് കണ്ടോ, ഈ ക്ലിഫിൻ്റെ സൈഡിൽ വന്ന് കയറാനാണ് നോക്കിയത്. കുഞ്ഞി കണ്ടോടി, കണ്ടോ, അവിടെ നോക്ക്, നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അടുത്താ അപ്പോൾ ഈ ക്ലിഫിൽ കൂടെ ഇങ്ങനെ നടന്ന് താഴോട്ട് പോവുകയാണ്. ഇത് ക്ലിഫിൻ്റെ എഡ്ജാണ്. ഇത് ആരും പറഞ്ഞാൽ അതിലേ കയറി വരാം, അതിലേ ഇപ്പോൾ ഇറക്കി വിടുന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതുവഴി നടന്നു വരാമായിരുന്നു അല്ലേ. വാ വാ, ഇതിലേ പോകാമെന്നാണ് തോന്നുന്നത്. താഴെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ക്ലിഫിൻ്റെ എഡ്ജിലോട്ട് നമ്മൾ പോവുകയാണ്. ക്ലിഫിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പല സ്ഥലത്തു നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ കടലിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. നോർത്ത് സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് പ്രധാനമായും ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യമുള്ളത്. പോകുന്ന വഴിയുടെ വലതുവശം മുഴുവൻ സുവനീർ കടകളും ഡ്രസ് മെറ്റീരിയൽ വിൽക്കുന്ന കടകളൊക്കെയാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതെ, ഞങ്ങൾ ക്ലിഫിൻ്റെ ഇങ്ങേ അറ്റത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാജസ്ഥാനി സാധനങ്ങളാണുള്ളത്. ഇത് മുഴുവൻ കല്ലുവായിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ചെരിവാണ്. ഇതുണ്ടോ, നമുക്ക് കാണാൻ പറ്റും. എന്താ എഡ്ജായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം റിസോർട്ടുകൾ, ഗ്രോസറി ഷോപ്പുകളൊക്കെയാണ്. അങ്ങനെ ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വാക്ക് ചെയ്യാൻ പറ്റുന്നൊരു വാക്ക് വേ ഉണ്ട്. പക്ഷെ അത് നല്ല രീതിയിലല്ല, എപ്പോഴേലും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ക്ലിഫിൽ നിന്ന് നമ്മൾ നോർത്ത് ക്ലിഫ് വരെ എത്തി. ഇനി അവിടെ താഴെ ഇറങ്ങാമെന്ന് നോക്കണം. മൊത്തം ഇടിഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും ഡേഞ്ചർ ഒരു സോണാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വടക്കേ ഭാഗത്തോട്ട് എത്തി. ഇവിടുത്തെ ക്ലിഫിൻ്റെ ഒരു വ്യൂ ആണിത്. വർക്കല ബീച്ച് ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെ നടക്കാം, 3 കിലോമീറ്ററോളം നടക്കാൻ കിടക്കുകയാണ്.
പക്ഷേ ഇത് കണ്ടോ, ആൾക്കാർ താഴെ ഇറങ്ങിപ്പോയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയിൽ ഇറങ്ങല്ലെന്ന് പറഞ്ഞാലും ഇതുണ്ടോ ഇറങ്ങിയിട്ട് കയറി വരുന്നുണ്ടോ. ഇവിടുത്തെ നാട്ടുകാരാണോന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം കൈലുമുണ്ടൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. അവരിനി മീൻ പിടിക്കാൻ പോയതാണോന്നൊന്നും അറിയില്ല. ആ അതെ, ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ ഇത് അത്രയും ഭാഗത്ത് നേരത്തെ ക്ലിഫ് ഉണ്ടായിരുന്നതാണ്. ഇത് മൊത്തത്തിൽ ഇടിഞ്ഞു പോയതാണ്. ആ കല്ലൊക്കെ കിടക്കുന്ന ഭാഗം വരെ ക്ലിഫ് ഉണ്ടായിരുന്നതാണ്. ഡേഞ്ചർ സോണാണ് ആ കാണിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചുമര കളറിൽ കാണുന്നതൊക്കെ മണ്ണ് അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഒഴുകിപ്പോയ മണ്ണ് അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. താഴെ ചെന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കുത്തിയിരിക്കാം. അങ്ങനെ നമ്മൾ നോർത്ത് ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ആളുകളുണ്ട്, കൂടുതലും തമിഴ്നാട്ടുകാരാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻസ് കുറച്ച് പേരൊക്കെ അവിടെയും ഇവിടെയൊക്കെ കുളിക്കുന്നത് കാണാം. നല്ല തിരക്കുള്ള ദിവസമാണിന്ന്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. इसका नाम क्या है? इसका नाम क्या है? ढोलक। ढोलक। आप किधर का है जी? मुंबई। मुंबई। Good price, not expensive, sir. For hand also, see this happy drum is very good one, many people like it, but not sound. इसको ले लोगे every time practice is good. You like it now. Sound how much? 4,800.